കുട്ടികളെ പോലെ തന്നെ ചില ദിവസം അധ്യാപകർക്കും ക്ലാസ്സിൽ പോകാൻ നല്ല മടി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. രാവിലെ എണീറ്റപ്പോ പുതപ്പ് മൂടി ഒന്നുകൂടെ കിടക്കാൻ വല്ലാത്തൊരു ആഗ്രഹം ചവിട്ടിക്കൊട്ടേക്കറിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. കഴിഞ്ഞ ക്ലാസ്സിൽ എന്റെ മക്കളോട് ഞാനൊരു പട്ടം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും പട്ടം നല്ല മൊഞ്ചായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മൊട്ടമാശിന്റെ ഒപ്പം പട്ടം പറത്തണം എന്ന് പറഞ്ഞപ്പോ ഞാനും കൂടി അവരപ്പോ പട്ടത്തിനൊരു പേരിടാൻ പറഞ്ഞപ്പോ പൊട്ടെന്ന് വിളിച്ച് പറഞ്ഞ ചങ്കിനോട് എന്താ പറയേണ്ടത് എനിക്കെന്നെ അറിയില്ല. അവസാനം പട്ടത്തിന് ഞങ്ങള് പട്ടൂസേന്ന് വിളിച്ച് പട്ടൂസിനൊക്കെ എടുത്ത് വെച്ച് ഇംഗ്ലീഷിൽ ഒരു വർക്കും കൊടുത്ത് ഇവരെ ഡയറി ചെക്ക് ചെയ്യാൻ ഞാൻ ഒരുങ്ങിട്ടോ. നോട്ട് ചെക്ക് ചെയ്യണില്ല ഇഷ്ടമായിട്ട് എനിക്ക് ഇവരെ ഡയറി ചെക്ക് ചെയ്യാൻ. കാരണം എന്താ അറിയോ, ചിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഇതിലുണ്ടാവും. ലഞ്ച് ബ്രേക്കിന്റെ സമയമായാലും എന്റെ കഴിഞ്ഞ വർഷത്തെ മക്കൾ കയറി വരും. അവരെ ക്ലാസ്സിലെ മാറ്റങ്ങളും പരാതിയും പറഞ്ഞ് അവരങ്ങ് പോകും. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മാത്സ് പീരീഡ് ആയി. ഈ പീരീഡ് ആയാലും കുട്ടികൾക്കും എനിക്ക് നല്ല ആവേശമാണ്. സാധാരണ മാത്സ് പീരീഡ് കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ഗെയിം കളിപ്പിക്കലുണ്ട്. എന്നാൽ ഇന്നിന്റെ കയ്യില് ഗെയിമിന് പകരം അവരെ അടക്കിയിരുത്താനുള്ള ഒരു മരുന്നാണുള്ളത്. ആ മരുന്നാണ് കിൻഡർഗോന്ന് വാങ്ങിയ 10 ഗ്രാം ബുക്ക്. ഇതിലുള്ള 7 വുഡൻ പീസ് വെച്ച് ധാരാളം രൂപങ്ങൾ ഉണ്ടാക്കാം. ഓരോ വുഡൻ പീസ് എടുത്തു വെക്കുമ്പോഴും ആ ഷേപ്പിന്റെ പേരും സ്പെല്ലിങ്ങും കുട്ടികൾ പറയണം. കിട്ടാത്തവർ ഈ ബുക്ക് അടുത്ത ആൾക്ക് പാസ് ചെയ്യണം. ചെറിയ മക്കളെ ബുദ്ധി വളർച്ചയ്ക്ക് ഇത് ഒരുപാട് സഹായിക്കും. അത് മാത്രമല്ല, ഫൺ വിത്ത് ഷേപ്സ് എന്ന ചാപ്റ്റർ എനിക്ക് സിമ്പിൾ ആയിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കും. മക്കളെല്ലാരും വീട്ടിലേക്ക് പോയി. എന്റെ ക്ലാസ്സിൽ പുതിയ ടീച്ചറും കുട്ടികളും വന്നിക്കണേ. വീഡിയോ എടുക്കണ കണ്ടപ്പോ ടീച്ചർക്കും കുട്ടികൾക്കും കുറവായി. അവസാനം ഇന്നെ തനിച്ചാക്കി അവരെല്ലാരും ഓടിപ്പോയി. അപ്പൊ ഓക്കെ, മൊട്ടസലാം.